+2 കെമിസ്ട്രി ലാബ് എക്സാമിന് സോൾട്ട് പെട്ടെന്ന് കിട്ടണം, സോൾട്ട് അനാലിസിസ് നിങ്ങളെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണോ? അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ കൂടിക്കോ, നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇതിൻ്റെ മുന്നേ നമ്മൾ കഴിഞ്ഞ വർഷം എജുപോർട്ടിൻ്റെ ചാനലിലൂടെ ആയിട്ട് നമ്മളൊരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും കുറച്ചൊരു വ്യത്യാസമുണ്ട്, ലാസ്റ്റിലേക്കുള്ള ഭാഗത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് മെത്തേഡാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ മക്കളെ കൂടെ കൂടിക്കോ, ഇറ്റ്സ് മീ ജസീൽ, കെമിസ്ട്രി ഫാക്കൽറ്റി ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോൾട്ട് അനാലിസിസിലെ ട്രിപ്സും ടിപ്സും. എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പക്ക കുതന്ത്രങ്ങളും ഉഡായിപ്പുകളും. ഇതിനൊരു പേരും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ, ജസീൽസ് മെത്തേഡ്. ഓക്കെ മക്കളെ, എന്ത് സംശയം ഉണ്ടെങ്കിലും ഇതാ ഈ നമ്പറിലോ അല്ലെങ്കിൽ താഴെ കാണുന്ന ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. വേണമെങ്കിൽ ഒന്ന് ഫോളോയും കൂടി ചെയ്ത് വെച്ചോ. റെഡി? സോ മാക്സിമം നിങ്ങളെ കൂട്ടിലേക്ക് അയച്ചു കൊടുക്കുക. സോൾട്ട് അനാലിസിസ് കേരളക്കരയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇനിയൊരു ബാലികേറ മലയല്ല, ഇനിയൊരു പ്രശ്നമല്ല. ഫുൾ മാർക്ക് നമ്മൾ അടിച്ചിരിക്കും, ഒരു സംശയം വേണ്ട. അടിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചിരിക്കും. പെർഫെക്റ്റ് കിടിലൻ ഒരു പക്ക മെത്തഡാണ് മക്കളെ, ഒരു കിടിലൻ പാക്കേജാണ് മക്കളെ. കൂടെ കൂടിക്കോ, കിട്ടിയിരിക്കും. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എക്സാമിന് നിങ്ങൾ എഴുതുന്ന സ്ഥലത്ത് നമ്മുടെ സ്കീമിൽ ഒരു ഉഡായിപ്പും പറ്റൂല. പക്ഷെ കണ്ടുപിടിക്കുന്നിടത്ത് കണ്ണും ചുമ്പി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ഉഡായിപ്പുകൾ പ്രയോഗിക്കാൻ വേണ്ടി പറ്റും. ആ ഉഡായിപ്പുകൾ പ്രയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, സാൾട്ട് കണ്ടുപിടിക്കുക. സിസ്റ്റമാറ്റിക് പ്രൊസീജിയറിൽ എഴുതിക്കൊള്ളുക. ഞാൻ പറഞ്ഞ പ്രൊസീജിയറിൽ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടൂല. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയർ നിങ്ങൾ റെക്കോർഡിൽ എങ്ങനെയാണോ എഴുതിയത് അതേപോലെ തന്നെ സാൾട്ട് എന്ത് ചെയ്യണം, എഴുതി കൊടുക്കണം. ദർ ഇസ് നോ ഡൗട്ട്, ഒരു സംശയം വേണ്ട. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സാമിന് എഴുതി കൊടുക്കുമുണ്ടായിരിക്കണം. നിങ്ങളുടെ റെക്കോർഡ് ഇങ്ങനെ തന്നെ ആയിരിക്കും. ആദ്യം പ്രിലിമിനറി അനാലിസിസ്, അതിനുശേഷം നിങ്ങൾ ആനോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ചെയ്യുന്നു. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, അനാലിസിസ് ഓഫ് കാറ്റയോണിൽ ആദ്യം നമ്മൾ കാറ്റയോണിന്റെ ഗ്രൂപ്പിന് ടെസ്റ്റ് ചെയ്യണം. അതിനുശേഷം ആ ഗ്രൂപ്പിൽ ഏത് കാറ്റയോൺ ആണെന്ന് കണ്ടുപിടിക്കണം. അത് നമ്മൾ എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം. പക്ഷെ ഞാൻ ഒന്ന് പറയട്ടെ മക്കളെ, നിങ്ങൾ കണ്ടുപിടിക്കാൻ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഇത്ര ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് എഴുതി കൊടുക്കണം. അപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ എന്ന കൂടെ കൂടിക്കോ. ഫസ്റ്റ് നമുക്ക് അനാലിസിസ് ഓഫ് ആനയോണിന്റെ കേസിൽ ആകെ ചെയ്യാനുണ്ടാവുക, പരമാവധി സൾഫേറ്റ് കിട്ടുന്ന ഒരാൾക്ക് ചെയ്യാനുണ്ടാവുക എന്തായിരിക്കും, 7 ടെസ്റ്റുകളാണ്. അപ്പൊ ആദ്യം നിങ്ങൾ ഈ സാധനങ്ങളൊന്ന് പഠിച്ചു വെക്കുക. സോ പഠിച്ചോ, എൻ്റെ കൂടെ കൂടിക്കോ. ഡൈല്യൂട്ട് HCl, ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്, അത് കഴിഞ്ഞിട്ട് ഫെറിക് ക്ലോറൈഡ്. ദെൻ നെക്സ്റ്റ് നമ്മൾ തേർഡിലോട്ട് വരുന്ന സമയത്ത് നമുക്കറിയാം കോൺസ്റ്റന്റ് സൾഫ്യൂരിക് ആസിഡ്, അത് കഴിഞ്ഞിട്ട് നൈട്രിക് ആസിഡും സിൽവർ നൈട്രേറ്റും. ദെൻ ആഫ്റ്റർ ദാറ്റ് കോൺസ്റ്റന്റ് സൾഫ്യൂരിക് ആസിഡും പേപ്പർ ബോൾ ടെസ്റ്റ് എന്ന് പറയും. അതേപോലെ അടുത്തെന്താ, ബേരിയം ക്ലോറൈഡ്. അപ്പോൾ ഈ ഒരു റിയേജൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇയാളെ നമ്മൾ ഉപയോഗിക്കുക കാർബണേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്? കാർബണേറ്റിനാണ് നമ്മൾ ആര് ഉപയോഗിക്കുക, ഡൈല്യൂട്ട് HCl. അതേപോലെ തന്നെ അസറ്റേറ്റിനാണ് നമ്മൾ ആര് ഉപയോഗിക്കുക, ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ ഫെറിക് ക്ലോറൈഡ്. ഇതിന്റെ മീനിങ് അല്ലെങ്കിൽ എന്നാണ് കേട്ടോ. റെഡി? അതേപോലെ തന്നെ നമ്മൾ കോൺസ്റ്റന്റ് സൾഫ്യൂരിക് ആസിഡും അതേപോലെ അതല്ലെങ്കിൽ നമ്മൾ നൈട്രിക് ആസിഡ് സിൽവർ നൈട്രേറ്റ് ഉപയോഗിച്ച് നമുക്ക് എന്താ കിട്ടാന്ന് അറിയോ, അവിടെ കിട്ടുന്നുണ്ടാവുക നമ്മുടെ ക്ലോറൈഡ് ആണ്. ഇവിടെ ആണെങ്കിലോ നൈട്രേറ്റ് ആണ്, ആൻഡ് ഇവിടെ ആണെങ്കിലോ സൾഫേറ്റ് ആണ്. അപ്പോൾ ഈ റിയേജന്റ് മക്കൾ പഠിച്ചു വെക്കുക. ആൻഡ് ഇവിടെ നിങ്ങൾ പ്രത്യേകം ബഹുമാനിക്കപ്പെടേണ്ട 2 വസ്തുതകളുണ്ട്. ഒന്ന് ഈ 2ാമത്തെ ആളും 3ാമത്തെ ആളും. ബാക്കിയൊക്കെ ഞാൻ ഓരോ റിയേജന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അവിടെ പക്ക കിട്ടും. ഇവിടെ ചില സംശയങ്ങളുണ്ട്. അസറ്റേറ്റഡ് അല്പം ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ ചിലപ്പോൾ സ്മെല്ല് തന്നോളുന്നില്ല. സ്മെല്ല് അതുകൊണ്ട് ചിലർക്ക് അത് മനസ്സിലാക്കാൻ പറ്റിക്കോളുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അതിന്റെ കൺഫർമേറ്ററി കൂടി ചെയ്യുക, ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്യുക. അപ്പോൾ അവിടെ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അതേപോലെ നിങ്ങൾ കോൺസ്റ്റന്റ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ ക്ലോറൈഡിന്റെ ഫ്യൂംസ് കിട്ടും, HCl ഫ്യൂംസ് കിട്ടും. കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ആ ഒരു അടുത്ത ടെസ്റ്റ് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുക സാൾട്ടിലോട്ട്, എന്നിട്ട് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അപ്പോൾ അതും കൂടി നിങ്ങൾ ചെയ്തേക്കണം, എന്നാൽ നമുക്ക് ആനോൺ കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിന്റെ ഡീറ്റെയിൽഡ് പ്രൊസീജിയർ ഇത് അവിടെ കൊടുക്കുന്നുണ്ട്. കാർബണേറ്റ് ആണെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ട എന്താ, ഡൈല്യൂട്ട് HCl. അപ്പോൾ സാൾട്ടിലേക്ക് ആദ്യം ചേർക്കേണ്ട എന്താ, ഡൈല്യൂട്ട് HCl. അവിടെ ബബിൾസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ കാർബണേറ്റ്, ഇല്ലെങ്കിൽ കാർബണേറ്റ് ഇല്ല. ഇthen നമ്മൾ എങ്ങോട്ട് പോകുന്നു, ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ സ്മെൽ ഓഫ് വിനെഗർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് അസറ്റേറ്റ് ആയിരിക്കും. അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ തന്നെ FeCl3 കൂടി നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് എന്താ കിട്ടുക, റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ റെഡിഷ് ബ്രൗൺ സൊല്യൂഷൻ കിട്ടും കേട്ടോ. റെഡിഷ് ബ്രൗൺ സൊല്യൂഷൻ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അതുകൂടി നിങ്ങൾ ചെയ്ത് നോക്കണം. റെഡി? ഉറപ്പാണ്. ഈ ഒരു ടെസ്റ്റ് മാത്രം ചെയ്താൽ പോരാ, ഇതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കഴിഞ്ഞിട്ട് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും അതൊന്നുകൂടി കൺഫേം ചെയ്യണം, അസറ്റേറ്റ് മാത്രം. അതേപോലെ ക്ലോറൈഡും കൂടെ അങ്ങനെ തന്നെ ചെയ്യണം. ഇനി ക്ലോറൈഡ് ആണെന്നുണ്ടെങ്കിൽ എന്താ റിയേജന്റ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും അതേപോലെ അമോണിയ സൊല്യൂഷൻ ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരു ഫ്യൂമിംഗ് ഗ്യാസ് ഉണ്ടാവും, അത് HCl ഗ്യാസ് ആയിരിക്കും. ദാറ്റ് ഈസ് സൊല്യൂബിൾ, ദാറ്റ് ഗിവ്സ് വൈറ്റ് ഡെൻസ് ഫ്യൂംസ് വിത്ത് അമോണിയം ഹൈഡ്രോക്സൈഡ്.
ഓക്കെ, അത് ചെയ്യണമെന്നില്ല. ഇത്രയും കിട്ടാൻ തന്നെ എന്താണ് ക്ലോറൈഡ് അത് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നൈട്രിക് ആസിഡും ആഡ് ചെയ്യുക, അതേപോലെ സിൽവർ നൈട്രേറ്റും വേറെ ടെസ്റ്റ് ട്യൂബിൽ ആഡ് ചെയ്യുക സാൾട്ടിലോട്ട്. അപ്പം നമുക്ക് അവിടെ വൈറ്റ് കേർഡി പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ ഉറപ്പിച്ചോ അതാരായിരിക്കും, ക്ലോറൈഡ് ആയിരിക്കും. അപ്പം നിങ്ങൾ അസറ്റേറ്റും ക്ലോറൈഡും ചെയ്യുമ്പം ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യത കുറവായതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ 2 ടെസ്റ്റുകൾ ചെയ്തിരിക്കണം, കൺഫ്യൂഷൻ അടിക്കും. നൈട്രേറ്റ് ആണെങ്കിൽ ഒരു സംശയം വേണ്ട, പേപ്പർ ബോൾ ടെസ്റ്റ്, സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക, അതേപോലെ ഹീറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പർ ബോൾ ആഡ് ചെയ്യുക. അപ്പം എന്താ കിട്ടുക, റെഡിഷ് ബ്രൗൺ ഗ്യാസ് കിട്ടും. റെഡി. അവസാനമായിട്ട് നിങ്ങൾ ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, സൾഫേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുക. ബേരിയം ക്ലോറൈഡ് ആകുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ദാറ്റ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഈസ് ഇൻസോളുബിൾ ഇൻ ഡൈലൂട്ട് എസിൽ ആണെങ്കിൽ അതെന്തായിരിക്കും, സൾഫേറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന സാൾട്ടിൽ ഇതിൽ ഏതെങ്കിലും ഒരു ആനിയോൺ ഉണ്ടായിരിക്കും. അപ്പോൾ ആനിയോൺ കണ്ടുപിടിക്കാൻ ഇതേ ഓർഡറിൽ ചെയ്യണം. ആദ്യം ഡൈലൂട്ട് HCl, അതിൽ കിട്ടിയിട്ടില്ല, ബബിൾസ് ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് വാച്ച് ഗ്ലാസിലേക്ക് ആഡ് ചെയ്യുക. സ്മെൽ ഓഫ് വിനെഗർ ഉണ്ടെങ്കിൽ അസറ്റേറ്റാ. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ചെയ്യണത് ഫെറിക് ക്ലോറൈഡ്, റെഡിഷ് ബ്രൗൺ കിട്ടും. അപ്പോൾ അസറ്റേറ്റ് കൺഫേം ചെയ്തു. ഇനി അത് കിട്ടിയിട്ടില്ലെങ്കിലോ നിങ്ങൾ എങ്ങോട്ട് വരണം, സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക. അവിടെ ഫ്യൂംസ് വന്നു കഴിഞ്ഞാൽ ക്ലോറൈഡ് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടി കൺഫേം ചെയ്യുക, എന്താ HNO3 HNO3 ഉപയോഗിച്ചിട്ട്. അപ്പോൾ എന്താ കിട്ടുക, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ക്ലോറൈഡ് കൺഫേം ആയി. കിട്ടിയിട്ടില്ലെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ നൈട്രേറ്റിനെ ടെസ്റ്റ് ചെയ്യുക. സൾഫ്യൂരിക് ആസിഡ് എടുക്കുന്നു, ചൂടാക്കുന്നു, സാൾട്ട് ആഡ് ചെയ്തിട്ട് ചൂടാക്കുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പേപ്പർ ആഡ് ചെയ്യുന്നു. അവിടെ എന്താ കിട്ടുക, റെഡിഷ് ബ്രൗൺ ഗ്യാസ്. അപ്പോൾ നൈട്രേറ്റ് ഉണ്ട്. അതിൻ്റെ ആ ഒരു ബ്രൗണിൻ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നില്ല, എഴുതി കൊടുത്താൽ മതി. അതിൻ്റെ അവസാനമായിട്ട് ബേരിയം ക്ലോറൈഡ് ആണ് സാൾട്ടിലേക്ക് ആഡ് ചെയ്യുന്നതെങ്കിൽ വൈറ്റ് സൊല്യൂഷൻ കിട്ടുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും, ഉറപ്പായിട്ടും സൾഫേറ്റ് ഉണ്ടായിരിക്കും. സോ കാർബണേറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ബാക്കി ചെയ്യേണ്ട. അസറ്റേറ്റ് ഉണ്ടെങ്കിൽ കാർബണേറ്റ് ചെയ്യണം, അതേപോലെ അസിറ്റും ചെയ്യണം. സൾഫേറ്റ് കിട്ടിയ ആൾക്കാർക്കോ ഇത് മൊത്തം ആഡ് ചെയ്തിട്ട് അവസാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ ആനോയുടെ കേസിൽ ഉടായ്പൊന്നുമില്ല, ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. ഇനി നമ്മൾ എൻ്റെ മെത്തേഡിലോട്ട് വരികയാണ്. ദാറ്റ് ഈസ് അനാലിസിസ് ഓഫ് കാറ്റയോൺ, ജസീൽസ് മെത്തേഡ്, എൻ്റെ മെത്തേഡ്. ഓക്കെ മക്കളെ, റിയേജന്റ് പഠിച്ചു വെച്ചോ. നിങ്ങൾ ആദ്യം ഒഴിക്കേണ്ടത് നമ്മുടെ ആ ഒരു കാറ്റയോൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സാൾട്ടിൻ്റെ സൊല്യൂഷനാണ് എടുക്കേണ്ടത്. സാൾട്ട് സൊല്യൂഷനിലേക്ക് നിങ്ങൾ ആദ്യം ചേർക്കേണ്ടത് സോഡിയം കാർബണേറ്റ്. അതിൽ കിട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അവിടെ ആരുണ്ട്, അമോണിയ ഉണ്ട്. ഇനി അതിലേക്ക് ഒന്നും കിട്ടിയില്ല, മീൻസ് അവിടെ നിങ്ങൾക്ക് വേണ്ട റിസൾട്ട് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ സാൾട്ട് സൊല്യൂഷൻ എടുത്തിട്ട് ഡൈലൂട്ട് HCl ആഡ് ചെയ്യുക. അവിടെ എന്തെങ്കിലും പോസിറ്റീവ് ടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലെഡ് ഉണ്ട്. സോ ദിസ് ഈസ് റെപ്രസെൻറ്റിങ് ആരാണ്, അമോണിയം അയോൺ. ആൻഡ് ദിസ് ഈസ് റെപ്രസെൻറ്റിങ് ആരാണ്, ലെഡ് 2+ അയോൺ ആണ്. ആൻഡ് അസറ്റിക് ആസിഡ് ആൻഡ് പൊട്ടാസ്യം ക്രോമേറ്റ് ആണ് നമ്മുടെ അടുത്ത റിയേജന്റ്. ഇവിടെ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. നമുക്ക് എങ്ങനെയെങ്കിലും കാറ്റയോണും അയോണും കിട്ടിയാൽ മതി. അത് കിട്ടിയിട്ട് നമുക്ക് എഴുതാൻ വലിയ പണിയൊന്നും ഇല്ലല്ലോ, തീർച്ചയായിട്ടും. സോ മക്കളെ ഇവിടെ കണ്ടോ, അസറ്റിക് ആസിഡും പൊട്ടാസ്യം ക്രോമേറ്റും പഠിച്ചു വെച്ചോ. അസറ്റിക് ആസിഡും പൊട്ടാസ്യം ക്രോമേറ്റും ആണെങ്കിൽ അവിടെ നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാർ ലെഡിനെ കുറിച്ച് മനസ്സിലാക്കാം, ബേരിയത്തെ കുറിച്ച് മനസ്സിലാക്കാം, അതേപോലെ അലൂമിനിയത്തെ കുറിച്ച് മനസ്സിലാക്കാം, മഗ്നീഷ്യത്തെ കുറിച്ച് മനസ്സിലാക്കാം, അതേപോലെ കാൽസ്യത്തെ കുറിച്ച് മനസ്സിലാക്കാം. ആൻഡ് ഫൈനലി നമ്മുടെ സിങ്കിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്ന് പറഞ്ഞാൽ ഇത്രയും ടെസ്റ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. മക്കളെ, വേറെ എവിടെ കിട്ടൂടാ ഈ ഒരു സാധനം? ഇത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. ഇത് ഇവിടെ നിന്നും ഉണ്ടായി വരുന്ന സാധനമാണ്. മക്കളെ കൃത്യമായിട്ട് ഫോളോ ചെയ്തോ, ഇത് പഠിച്ചു വെച്ചോ. ഫസ്റ്റ് സോഡിയം കാർബണേറ്റ്, അവിടെ നമുക്ക് പോസിറ്റീവ് ടെസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഡൈലൂട്ട് HCl, അവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യണം അസറ്റിക് ആസിഡും പൊട്ടാസ്യം ക്രോമേറ്റും. അവിടെ കിട്ടിയാൽ പല പല റിസൾട്ടുകളുണ്ട്, അതിലേക്ക് ഞാൻ വരാം. പിന്നെ ഇവിടെ ഒരു കൺഫർമേഷന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ആഷ് ടെസ്റ്റിലേക്ക് വരാം. അതിനും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, മാഗ്നീഷ്യം ആഡ് ചെയ്യാം. അതിനും വന്നിട്ടില്ലെങ്കിൽ ഫ്ലെയിം ടെസ്റ്റിൽ നിങ്ങൾക്ക് ആളെ കിട്ടിയിരിക്കും. ഡീലാണല്ലോ. ദെൻ ഞാനിവിടെ മഗ്നീഷ്യം മാത്രമാണ് ഇവിടെ സംസാരിക്കുക. ആൻഡ് ഇവിടെ ഞാൻ സംസാരിക്കുന്നുണ്ട് കാൽസ്യം 2+ മാത്രമാണ് ഇവിടെ സംസാരിക്കുക. അലൂമിനിയം 3+, അതേപോലെ തന്നെ നമ്മുടെ സിങ്ക് 2+ ആണ്. സോ നമുക്ക് എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. സോ റിയേജൻസ് പഠിക്കണം മക്കളെ. എന്തൊക്കെയാണ്, സോഡിയം കാർബണേറ്റ്, ഡൈലൂട്ട് HCl, അസറ്റിക് ആസിഡ്, പൊട്ടാസ്യം ക്രോമേറ്റ്, അതിനുശേഷം ആഷ് ടെസ്റ്റ്, മാഗ്നീഷ്യം റിയേജന്റ്, ഫ്ലെയിം ടെസ്റ്റ്. പരിപാടി കഴിഞ്ഞു, എഴുതാൻ തുടങ്ങിക്കോ. എക്സാമിന് കിട്ടും, ഉറപ്പാണ് കിട്ടും, ഒരു സംശയം വേണ്ട. 100% കോൺഫിഡൻസിൽ നമ്മൾ പറയാണ്. ഒരുപാട് ഓഫ്ലൈൻ കുട്ടികൾക്ക് നമ്മൾ ഈ മെത്തേഡ് പറഞ്ഞിട്ട് പല വിദ്യാർത്ഥികളും CBSEയിലും സ്റ്റേറ്റിലൊക്കെ എക്സാം എഴുതി കഴിഞ്ഞവരുണ്ട്. അവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കമൻറ്റ് ചെയ്യണേ. റെഡി? തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഒരു ഡീറ്റെയിൽ പ്രൊസീജിയർ അടുക്കാണ്. മക്കളെ, ഒന്നാമത്തെ സ്റ്റെപ്പ്, സീരിയൽ നമ്പർ 1, ഫസ്റ്റ് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുമ്പോൾ ദർ ഈസ് നോ പ്രസിപ്പിറ്റേറ്റ്, ഒരു പ്രസിപ്പിറ്റേറ്റും ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് അമോണിയം ആയിരിക്കും, NH4+ അയോൺ ആയിരിക്കും. അതാരായിരിക്കും, അമോണിയം ആയിരിക്കും. ഇനി അവിടെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വന്നു, അത് അമോണിയം അല്ല,
പിന്നെ നിങ്ങൾ അമോണിയെ കുറിച്ചിട്ട് ആലോചിക്കേ വേണ്ട മക്കളെ. സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുമ്പോൾ ഒന്നും വന്നിട്ടില്ലെങ്കിൽ അമോണിയമാണ്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. എന്തെങ്കിലും വന്നാലോ അമോണിയ അല്ല. അങ്ങനെ ഒരു കേസ് അവിടെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വന്നു, അപ്പൊ അമോണിയ ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ടെസ്റ്റ് ട്യൂബ് എടുക്കുക, സാൾട്ട് സൊല്യൂഷൻ എടുക്കുക, ഡൈലൂട്ട് എസിൽ ആഡ് ചെയ്യുക. അപ്പോൾ അവിടെ വൈറ്റ് കിട്ടിയാൽ ഉറപ്പിച്ചോ എന്താടാ, ലെഡാണ്, ലെഡാണ്, ലെഡാണ്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. ഡീൽ. ഇനി അവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വന്നില്ല, ലെഡ് ഇല്ല. പിന്നെ നിങ്ങൾ സാൾട്ട് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോണത് ഒരു കിടലൻ റിയേജന്റ് ആണ്. എന്താടാ, അസറ്റിക് ആസിഡ്. എന്താ മക്കളെ, അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന CH3COOH അതേപോലെ പൊട്ടാഷ്യം ക്രോമേറ്റും. എന്താ മക്കളെ, പൊട്ടാഷ്യം ക്രോമേറ്റും. നിങ്ങൾക്ക് അവിടെ 3 റിസൾട്ടുകൾ ഉണ്ട്. എന്താ 3 റിസൾട്ട്? തിക്ക് യെല്ലോ പ്രസിപ്പിറ്റേറ്റ്, നല്ല കട്ടിയുള്ള മഞ്ഞ പ്രസിപ്പിറ്റേറ്റ്, ലെഡ് തരുന്ന പ്രസിപ്പിറ്റേറ്റ്, അതാണ് മക്കളെ തിക്ക് യെല്ലോ പ്രസിപ്പിറ്റേറ്റ്. അങ്ങനെയാണെങ്കിൽ അത് ആരാടാ, ലെഡാടാ. ആരാടാ, ലെഡാണ്. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ അത് കിട്ടിയില്ല. കിട്ടിയത് ഒരു വൈറ്റ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ്. നമ്മൾ തൈരിലൊക്കെ മഞ്ഞ കളർ ചേർത്താൽ എങ്ങനെ ഉണ്ടാവും, വെള്ള നല്ല തിക്ക് വെള്ളയിലോട്ട് നമ്മളൊരു മഞ്ഞ കളർ ആടതിൽ എങ്ങനെ ഉണ്ടാവും എന്ന പോലെ ഒരു വൈറ്റിഷ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ മനസ്സിലാക്കിക്കൊള്ളണേ, അത് ആരായിരിക്കൂടാ, ബേരിയം ആയിരിക്കും. ചില കേസിൽ ബേരിയം ഒന്നും ഫ്ലെയിം ടെസ്റ്റ് ഒന്നും തരൂല. അതുകൊണ്ട് ബേരിയം കണ്ടുപിടിക്കാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് ഞാൻ പറയുന്നു. അതെന്താണ്, അസറ്റിക് ആസിഡ് പൊട്ടാസ്യം ക്രോമേറ്റ് ആഡ് ചെയ്യുമ്പോൾ അവിടെ വൈറ്റ് യെല്ലോ കിട്ടുന്നുണ്ടെങ്കിൽ മക്കളെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. അതെന്താ, അതാണ് മക്കളെ ബേരിയം. ഡീൽ. ഓക്കെ. ഇനി അവിടെ മൂന്നാമത്തെ കേസ്, ഇത് രണ്ടുമില്ല, യെല്ലോ കളറേഷൻ. പച്ച വെള്ളത്തിൽ മഞ്ഞ കളർ ഇട്ടാൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു യെല്ലോ സൊല്യൂഷൻ കിട്ടൂല മക്കളെ. ആ ഒരു സൊല്യൂഷൻ ആണെങ്കിൽ, പച്ച വെള്ളത്തിൽ മഞ്ഞ കളർ വന്ന പോലത്തെ സൊല്യൂഷൻ ആണെങ്കിൽ മക്കളെ പഠിച്ചു വെച്ചോ, അവിടെ 4 ചാൻസുകളുണ്ട്. അലൂമിനിയം ആവാം, സിങ്ക് ആവാം, മഗ്നീഷ്യം ആവാം, കാൽസ്യം ആവാം. നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത വീഡിയോയിൽ പറയാത്തൊരു കാര്യം ഇത് മാത്രമാണ്. അവിടെ നമ്മൾ അലൂമിനിയം, അതേപോലെ സിങ്ക്, അതേപോലെ മഗ്നീഷ്യം ഓർ കാൽസ്യം ഏതൊന്നും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ മഗ്നീഷ്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് കിട്ടുന്ന 3ാമത്തെ ടെസ്റ്റിൽ ഈ 3 ടെസ്റ്റുകളിൽ മക്കളെ കൃത്യമായിട്ട് 3ാമത്തെ ടെസ്റ്റിലെ ഈ 3 ഒബ്സർവേഷൻസ് ആണെങ്കിൽ അവിടെ നമുക്ക് ഇത്രയും കാറ്റോൺസ് ആയിരിക്കും. അതിൽ യെല്ലോ കളറേഷൻ ആണെങ്കിൽ പൊന്നാറ മക്കളെ ഇവിടെ 4 പേർക്ക് ചാൻസ് ഉണ്ട്. അപ്പൊ സാറ് അതെങ്ങനെ കൺഫേം ചെയ്യുക മക്കളെ? അതിനല്ലേ നമ്മുടെ ആഷ് ടെസ്റ്റ്. 3ാമത്തെ ടെസ്റ്റിൽ ഈ യെല്ലോ കളറേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ചാടിക്കൊള്ളണം എങ്ങോട്ട്, ആഷ് ടെസ്റ്റിലോട്ട്. സാൾട്ട് എടുക്കുക, സൊല്യൂഷൻ ആക്കണം നിർബന്ധമില്ല. കാരണം കോൺസ്റ്റന്റ് നൈട്രിക് ആസിഡിലും കൊബാൾട്ട് നൈട്രജനും ഒക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അത് സൊല്യൂഷൻ ആയിക്കോളും. സാൾട്ടും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും കൊബാൾട്ട് നൈട്രജനും എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലോണം തിളപ്പിക്കുക, ഒരു ഫിൽട്ടർ പേപ്പർ മുക്കിയിട്ട് കത്തിക്കുക. അതിൻ്റെ ആഷിൻ്റെ കളർ മക്കളെ ബ്ലൂ ആണെങ്കിൽ ഉറപ്പിച്ചോ അലൂമിനിയം, നിങ്ങളെ കാറ്റോൺ കിട്ടി. ഗ്രീൻ ആണെങ്കിൽ ഉറപ്പിച്ചോ സിങ്ക്, നിങ്ങളെ കാറ്റോൺ കിട്ടി. പിങ്ക് ആണെങ്കിൽ ചിലപ്പോഴേ കിട്ടുള്ളൂ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് ആരായിരിക്കും, മഗ്നീഷ്യം ആയിരിക്കും. ഇനി ഇവിടെ ആഷ് ഒന്നും കിട്ടിയില്ല, പിന്നെ നിങ്ങൾ ബേജാറാവണ്ട, വേറെ സാൾട്ട് എടുക്കുക, ഇത്തിരി വെള്ളം ആഡ് ചെയ്യുക. എന്നിട്ടോ നല്ല മാഗ്നസോൺ റിയേജന്റ്, വയലറ്റ് നിറമുള്ള മാഗ്നസോൺ റിയേജന്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്വിമ്മിംഗ് പൂളിലുള്ള വാട്ടറിന് നിറമില്ലേ, ആ ഒരു സ്കൈ ബ്ലൂ, അതാണ് മക്കളെ ലൈക്ക് ബ്ലൂ കളറുള്ള ഒരു പ്രസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ സൊല്യൂഷൻ കിട്ടും മക്കളെ. അതൊന്ന് മനസ്സിലാക്കാം, മഗ്നീഷ്യം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതൊന്നും ഇല്ലെന്ന് വിചാരിക്കുക, നിങ്ങൾ മാഗ്നസോൺ ചേർത്തു, ഒന്നും കിട്ടിയില്ല. ആഷ് ടെസ്റ്റ് ചേർത്ത് ഒന്നും ആഷ് ടെസ്റ്റിൽ ഒരു ആഷും കിട്ടാത്തപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, മാഗ്നസോൺ ആഡ് ചെയ്യുക. അവിടെയും ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആരാ മക്കളെ ഉള്ളത്, അലൂമിനിയം ഇല്ല, സിങ്ക് ഇല്ല, അതേപോലെ മഗ്നീഷ്യം ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വൺ ആൻഡ് ഓൺലി ആരായിരിക്കും, കാൽഷ്യം ആയിരിക്കും. സോ ഉറപ്പിച്ചോ, ഫ്ലെയിം ടെസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഗ്രാസി ഗ്രീൻ അല്ല നമുക്ക് അവിടെ കിട്ടുക, ബ്രിക്ക് റെഡ് ആണെങ്കിൽ ഉറപ്പിക്കാം കാൽഷ്യം. ബേരിയം നമ്മൾ നേരത്തെ എവിടെ കണ്ടതാ, ഇവിടെ കണ്ടതല്ലേ, പിന്നെ നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ, ഇല്ല, ബാക്കി എഴുതിയാൽ മതി മക്കളെ. ഇതൊരു കിടിലൻ മെത്തേഡ് ആണെന്ന് പറഞ്ഞാൽ കിടിലൻ മെത്തേഡാണ്. മനസ്സിലായവന് അത് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. ഒരു നിങ്ങളെ മോഡൽ എക്സാം ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വെറുതെ ഒരു ടെസ്റ്റ് അടിച്ചു നോക്കുക ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ. ഒന്നുകൂടെ ഒന്ന് ഷോർട്ടാക്കി പറയാണ്, നിങ്ങൾ സാൾട്ട് എടുക്കുക കാറ്റോൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, സൊല്യൂഷൻ ആക്കിയിട്ട് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്തിട്ട് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഒന്നും വന്നിട്ടില്ല, ഒരു ചേഞ്ചും ഇല്ലെങ്കിൽ അവിടെ അമോണിയം ഉണ്ട്. എന്തെങ്കിലും പ്രസിപ്പിറ്റേറ്റ് വന്നാലോ അവിടെ അമോണിയം ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ സാൾട്ട് സൊല്യൂഷൻ എടുത്തിട്ട് ഡയലൂട്ട് എച്ചിൽ ആഡ് ചെയ്യാം. അവിടെ വൈറ്റ് വന്നാൽ ലെഡ് ഉണ്ട്, വൈറ്റ് വന്നിട്ടില്ലെങ്കിൽ ലെഡ് ഇല്ല. അപ്പോൾ അമോണിയം നോക്കണ്ട, ലെഡും നോക്കണ്ട. അടുത്ത ടെസ്റ്റ് എന്താ, അസറ്റിക് ആസിഡ് പൊട്ടാസ്യം ക്രോമേറ്റ്. ലെഡ് ഇവിടെ കിട്ടാത്തത് കൊണ്ട് പിന്നെ ഈ തിക്ക് യെല്ലോ നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ഇത് കിട്ടിയാൽ പിന്നെ ചെയ്യൂലല്ലോ,
തിക്ക് യെല്ലോ നിങ്ങൾ നോക്കണ്ട. അവിടെ വൈറ്റ് യെല്ലോ ആണെങ്കിൽ 1 and only ബേരിയം. യെല്ലോ കളറേഷൻ ആണെങ്കിൽ ദർ വിൽ ബി അലൂമിനിയം ഓർ സിങ്ക് ഓർ മഗ്നീഷ്യം ഓർ കാൽഷ്യം. ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ദെൻ അത് ആരാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ആസ്റ്റച്ച് ചെയ്ത് നോക്കുന്നു. ആസ്റ്റച്ചിൽ ബ്ലൂ കിട്ടിക്കഴിഞ്ഞാൽ അലൂമിനിയം, ഗ്രീൻ കിട്ടിക്കഴിഞ്ഞാൽ സിങ്ക്, പിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മഗ്നീഷ്യം. ആൻഡ് ദെൻ അവിടെ ഒന്നും കിട്ടിയില്ല, ദർ ഇസ് നോ ആഷ്. 4ാമത്തെ ടെസ്റ്റിൽ ഒരു ആഷും കിട്ടിയില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, അലൂമിനിയം ഇല്ല, സിങ്ക് ഇല്ല, മഗ്നീഷ്യം മേ ബി ഉണ്ടായേക്കാം. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം മഗ്നീഷ്യത്തിന് പിങ്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ചില കേസിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാഗ്നീഷ്യം ചേർക്കും. എങ്ങോട്ടാ? സാൾട്ട് സൊല്യൂഷനിലേക്ക്. ലേക്ക് ബ്ലൂ പ്രസ് ഉണ്ടെങ്കിൽ മഗ്നീഷ്യം ഇടുന്നത് മനസ്സിലായി, ലേക്ക് ബ്ലൂവും കിട്ടിയില്ല. പിന്നെ നിങ്ങൾ ഉറപ്പിച്ചു അതാരാ? കാൽഷ്യം. ഫ്ലെയിം ടെസ്റ്റ് ചെയ്ത് നോക്കുക. എങ്ങനെ ഫ്ലെയിം ടെസ്റ്റ് ചെയ്യുക? വാച്ച് ഗ്ലാസ്സിൽ സാൾട്ട് എടുക്കുക, കുറച്ച് കോൺസ്റ്റന്റ് ഡെസിയിൽ അടിയുക, പേസ്റ്റ് പോലെ ആക്കിയിട്ട് വാച്ച് നമ്മുടെ ഗ്ലാസ് റോഡിൽ എന്ത് ചെയ്യുക? ഫ്ലെയിമിൽ കാണിക്കുക. ബ്രിക്ക് റെഡ് ഫ്ലെയിം ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി കാൽഷ്യം. ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ എക്സ്പെരിമെന്റ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കാറ്റോൺ കിട്ടും. സോ ആനോൺ എന്തൊക്കെയാ? ഡയലൂട്ട് HCl, ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ ഫെറിക് ക്ലോറൈഡ്. ദെൻ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ നൈട്രിക് ആസിഡും അതേപോലെ സിൽവർ നൈട്രേറ്റും. ദെൻ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡും പേപ്പർ ബോളും ആൻഡ് അവസാനമായിട്ട് ബേരിയം ക്ലോറൈഡ്. ഇതാണ് ആനോൺ. കാറ്റോണിലോ സോഡിയം കാർബണേറ്റ്, ഡയലൂട്ട് HCl, അസറ്റിക് ആസിഡ്, പൊട്ടാഷ്യം ക്രോമേറ്റ്. അവിടെ നമുക്ക് 3 റിസൾട്ട് ഉണ്ട്. അതിനനുസരിച്ചിട്ട് ആസ്റ്റച്ച് ചെയ്ത് നോക്കാം, പിന്നെ മാഗ്നീഷ്യം ചെയ്ത് നോക്കാം, പിന്നെ ഫ്ലെയിം ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോൾട്ട് അനാലിസിസ് കംപ്ലീറ്റഡ്. കേരളത്തിലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. സിമ്പിളസ്റ്റ് മെത്തേഡാണ്, നമ്മൾ ആലോചിച്ചുണ്ടാക്കിയ മെത്തേഡാണ്, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഉടായ്പകളൊന്നും പല ആൾക്കാരും പറഞ്ഞു തരൂല. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ട് നിങ്ങൾ നല്ല നിലയിൽ എത്തുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പൊന്നുമക്കളെ, മാക്സിമം നിങ്ങളെ കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക? അയച്ചു കൊടുക്കുക. നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്ത് ചെയ്യുക? രേഖപ്പെടുത്തുക. അപ്പം നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും അതേപോലെ ഏതെങ്കിലും നോട്ട്സോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യുക? ആ ഒരു നമ്പറിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യും? ആ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. സോ മക്കളെ, പഠിച്ചോ. അടിപൊളി മെത്തേഡാണ്. ഇനി പറഞ്ഞു തരാത്തത് കൊണ്ടായിരിക്കും കിട്ടാത്തൊരു പ്രശ്നം വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. നമ്മൾ പഠിക്കുമ്പോഴൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല. എന്നിട്ട് മാർക്ക് കിട്ടിയില്ലെങ്കിൽ ആലോചിക്കുക. ഓക്കെ, സോ അതുകൊണ്ട് ടാറ്റാ ബൈ ബൈ, സീ യു. ഇറ്റ്സ് മീ ജെറ്റൽ സാർ സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. നിങ്ങളെ കമൻറ്റുകൾ കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നമ്മളതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. സോ ബൈ.